നല്ല പടം ബ്രോ. കൊടുക്കുന്ന കാശിന് മുതലാണ്. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തോ. രോമാഞ്ചം അടിപ്പിക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുള്ള കൊട്ടാണ് പടം. അങ്ങനെയൊന്നും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സത്യമാണ്. അല്ലേ, നമുക്ക് നോർമൽ ഓഡിയൻസിന് തന്നെ ചിരിച്ചു പോകുന്ന സാധനങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് നിവിൻ പോളി? സൂപ്പർ, നല്ലൊരു കുറേ പൊട്ടിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമ ഇപ്പോൾ ഇറങ്ങി. നല്ല വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് വന്നിട്ട് ഞാൻ തിരിച്ചു വരുവോടാ പട്ടികളെ, എന്നെ കൊണ്ട് പറ്റൂലടാ പട്ടികളെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു നിവിൻ പോളിയുടെ എൻ്റെ ഇന്ന്. ധ്യാൻ ശ്രീനിവാസൻ ഫൈനാണ്. പുള്ളിക്ക് കൊടുത്തത് പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഒരു ടോപ്പിക്ക് പിടിക്കാതെ വലിച്ച് വാരി ഒരു 10-15 ടോപ്പിക്കിനെ പിടിച്ച് അങ്ങറ്റം ഇങ്ങറ്റം വലിച്ച് നീട്ടി നശിപ്പിച്ച് നാമാവശേഷമാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് മലയാള സിനിമ ഉണ്ടാക്കി വെച്ചത് ഇതൊരു ഫ്ലോപ്പായിരിക്കും ഈ കൊല്ലത്തെ. തീർച്ചയായിട്ടും നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച പടമാണ്. പക്ഷെ പുള്ളി ഇടയ്ക്ക് എപ്പോഴും വണ്ണം കുറച്ചതിൻ്റെതൊക്കെ എവിടെയൊക്കെയോ കണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആ വണ്ണത്തിലുള്ളത് കൊണ്ട് ഒന്നും എക്സ്പ്രഷൻസോ ഒന്നും കാര്യം അതിൻ്റെ അകത്തില്ല. നിവിൻ പോളിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയാനായിട്ട് അതിനകത്ത് ഒന്നുമില്ല. കോമഡിയൊന്നും വർക്കൗട്ടേ ആയിട്ടില്ല. ചിരിയൊന്നും വരത്തില്ല. പലയിടത്തും ഭയങ്കര ലാഗ്. 2.25 മണിക്കൂർ അങ്ങനെ ഡ്യൂറേഷൻ്റെ ആവശ്യം പോലും ഇല്ല ഈ പടത്തിന്. ഇപ്പം ഡിജോ ജോസ് ആൻ്റണിയുടെ ഒരു രീതി, ഈ ടെററിസം അത് ഇതെന്നുള്ള വരെ ഒരു പേട്രിയോട്ടിസം ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ കുറേ ഉണ്ട്. വെറുതെ കുറേ ടോപ്പിക്സ് വലിച്ച് വരിയിട്ടൊരു സിനിമ. നല്ല പടമാണ്. നല്ല ഡയറക്ഷൻ, മേക്കിംഗ് എല്ലാം കൊള്ളാം. പിന്നെ നിവിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമയിൽ. പിന്നെ ധ്യാനായിട്ടുള്ള ആ ഒരു കോംബോവും അത് അടിപൊളിയാണ്. മലയാളിയായിട്ട് പറയണമെങ്കിൽ കുറച്ച് തല താഴ്ത്തിയാണ് വന്നത്. കരിഞ്ഞു പോയ ബുൾസേ പോലെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ അവസാനം ഒരു 10-15 മിനിറ്റ് ഡയറക്ടർ പടമാണ്. ഒരു നിവിൻ പോളി പടം പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ നിവിൻ പോളി കൊള്ളാം. പക്ഷെ കോമഡി ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. കോമഡി പ്രതീക്ഷ വന്ന ട്രെയിലർ കണ്ടിട്ട് പ്രതീക്ഷ വന്നത് ഒന്നും കണ്ടില്ല. പടം നല്ല പടം. മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു മൂവി. നിവിൻ്റെ കംബാക്ക് എന്ന് തന്നെ പറയാം. നിവിൻ ധ്യാൻ കോമ്പിനേഷനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നല്ല കോമഡി സീക്വൻസസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായ ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആയിപ്പോയി. പിന്നെ കുറേ അടുത്ത് നല്ല സെൻറ്റിമെൻറ്റിൽ നല്ല രീതിയിൽ ഉണ്ട്. പക്ഷേ എന്നാലും ചില മൊമെൻറ്റിൽ കുറച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സ് രംഗങ്ങൾ. അല്ലാതെ മൊത്തത്തിൽ നല്ല മൂവി. അതുപോലെ മഞ്ജു പിള്ളേരുടെ മനോഹരമായ ആക്ടിംഗ് ആണ്. അതുപോലെ സലീം കുമാറും അതുപോലെ ഷൈൻ ടോം ചാക്കോ വളരെ ചെറിയ സീക്വൻസിലേ വരുന്നുള്ളൂ, അത് 1-2 മിനിറ്റിലൊക്കെ. പക്ഷെ ആ സമയം ആ തരുന്ന മെസ്സേജ് ക്രൗഡ് മൊത്തത്തിൽ എറപ്റ്റായി കൈയടിക്കുന്ന രംഗങ്ങളാണുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ജെല്ലി ചെയ്ത് ഡിജോ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു മൂവിയാണ്. ജനഗണമനയായിട്ട് കമ്പയർ ചെയ്തൊരു കമ്പാരിസൺ പറയാത്തതായിരിക്കും നല്ലത്. അത് വെച്ച് ഇച്ചിരി താന്ന് നിൽക്കുമെന്ന് പറയണം. പക്ഷെ മൊത്തത്തിൽ നല്ല മൂവി. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് വന്ന് എന്തായാലും കാണേണ്ട മൂവിയാണ്. നിവിൻസ് കംബാക്ക് എബോ ആവറേജ് മൂവിയാണ്. അങ്ങനെ ഭയങ്കര കിടിലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു. ധ്യാൻ്റെയും ആളുടെയൊക്കെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അതുപോലെ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ അത്ര സൂപ്പറായിട്ട് വന്നില്ല. എന്താ പറയുക, ക്ലൈമാക്സ് ആണെങ്കിലും അത്ര കിടിലായിട്ടൊന്നും തോന്നിയില്ല. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അത്ര എങ്ങോട്ട് ട്യൂൺസിനും നമ്മുടെ ജനഗണമനയ്ക്കുമൊക്കെ ശേഷം വന്നൊരു വെറുതെ വാച്ച് ചെയ്യാം അങ്ങനെയല്ല ഉള്ളൂ. പടം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് വെറും ചളിയാണ്. നമ്മൾ മിക്ക സിനിമകളും കാണുന്ന കുറേ ചളിയാണ്. ഞാൻ വരച്ച് പടം പോയെന്നാണ് വിചാരിച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര രസമായിരുന്നു പടം കണ്ടിട്ടുണ്ടെങ്കിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി ഫ്രം ഇന്ത്യ, ആ പേരെന്നാൽ നമ്മളെ മലയാളി എന്താണ്, നമ്മളെ മലയാളി എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പിടിച്ചു നിൽക്കും. അതുപോലെ തന്നെ നമ്മളെ മലയാളിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. വളരെ നന്നായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ നിവിനേട്ടൻ്റെ ഒരു വൻ തിരിച്ചുവരവും കൂടെയാണ് ഈ പടം എന്ന് പറയുന്നത്. നിവിനേട്ടൻ ഇത് ഹിറ്റ് അടിച്ചിരിക്കും. ഹിറ്റാണ്. ഫസ്റ്റ് ഹാഫ് അല്ല പടം, സെക്കൻഡ് ഹാഫിലാണ് പടം എന്ന് പറയുന്നത്.